നമുക്ക് പശ്ചിമേഷ്യയിലേക്ക് തന്നെ ആദ്യം പോകണം. അവിടെ ഇറാനിലെ നയതന്ത്ര ഉദ്യോഗസ്ഥരെ താൽക്കാലികമായി ബ്രിട്ടൻ പിൻവലിക്കുന്ന പശ്ചാത്തലമാണ്. US ആക്രമണ ഭീഷണി ശക്തമായി തുടരവെയാണ് നടപടി. ആക്രമണമുണ്ടാകുമെന്ന് പ്രസിഡന്റ് ട്രംപ് US കോൺഗ്രസിലെ വാർഷിക പ്രസംഗത്തിൽ ആവർത്തിച്ചതിന് പിന്നാലെയാണ് നടപടി എന്നാണ് മനസ്സിലാക്കേണ്ടത്. വിവിധ രാജ്യങ്ങൾ തങ്ങളുടെ പൗരന്മാരോട് ഇറാൻ വിടാൻ നിർദ്ദേശിച്ച പശ്ചാത്തലം കൂടിയുണ്ട്. ഇത് മാത്രമല്ല, ഏറ്റവും വലിയ തോതിലുള്ള ആയുധ അല്ലെങ്കിൽ സൈനിക വിക്ഷേപണം അവിടെ നടത്തിയിരിക്കുന്നു US എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ആണവായുധ പദ്ധതി ഉപേക്ഷിക്കാനുള്ള കരാറിലെത്തിയില്ലെങ്കിൽ ഇറാനെ ആക്രമിക്കുമെന്ന് ട്രംപ് തുടർച്ചയായി മുന്നറിയിപ്പ് നൽകുന്ന പശ്ചാത്തലമുണ്ട്. കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചയിലും ജനീവ ചർച്ചയിലും ഒരു പുരോഗതിയും ഉണ്ടായില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിനിടയിലാണ് പ്രധാനപ്പെട്ട എല്ലാ രാജ്യങ്ങളും തങ്ങളുടെ പൗരന്മാരെ പിൻവലിക്കുന്നത്. ഒപ്പം ഇസ്രായേലിലെ എംബസിയിൽ നിന്നും ഉദ്യോഗസ്ഥർ മടങ്ങാനും US നിർദ്ദേശിച്ച പശ്ചാത്തലമുണ്ട്. അത്തരത്തിൽ വലിയ തോതിലുള്ള സൈനിക വിന്യാസം, യുദ്ധഭീഷണിക്ക് നടുവിലാണ് പശ്ചിമേഷ്യ എന്ന് മനസ്സിലാക്കണം. KP അഭിലാഷ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. അഭിലാഷ്, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ട്രംപിന്റെ ഭീഷണിയുണ്ട്. പക്ഷേ ജനീവ ചർച്ചയിലൊക്കെ ആയിരുന്നു ഒരു പ്രതീക്ഷ. ആ ചർച്ചയിൽ ഒരു തരത്തിലുമുള്ള പുരോഗതിയില്ല എന്ന് മാത്രമല്ല, അമേരിക്ക തങ്ങളുടെ നിലപാടിൽ നിന്ന് കുറച്ച് താഴേക്ക് വരണം എന്ന് ഇറാൻ അത്തരത്തിൽ പറഞ്ഞ പശ്ചാത്തലം കൂടി ചേർത്ത് വെക്കുമ്പോൾ ഒരു തരത്തിലുമുള്ള സമാധാനം ഉണ്ടാവില്ല. യുദ്ധമാസന്നമെന്ന് മനസ്സിലാക്കണ്ടേ? രഞ്ജിത്ത്, ജനീവ ചർച്ചയ്ക്ക് ശേഷം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ള പ്രതികരണങ്ങൾ ആണ് ആ ചർച്ചയിൽ ഒരു പുരോഗതിയും ഉണ്ടായില്ല എന്നും അതോടൊപ്പം തന്നെ യുദ്ധഭീതി വർദ്ധിക്കുന്നു എന്ന സന്ദേശവും നൽകുന്നത്. അതായത് കഴിഞ്ഞ ദിവസം ആയിരുന്നു ഒമാന്റെ മധ്യസ്ഥതയിൽ ഇറാനും അമേരിക്കയും തമ്മിൽ ജനീവയിൽ ചർച്ചകൾ നടത്തിയത്. ഈ ചർച്ചയ്ക്ക് ശേഷം ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് തനിക്ക് ഒട്ടും സംതൃപ്തിയില്ല, താൻ ഒട്ടും സന്തോഷവാനല്ല എന്നാണ്. അതുമാത്രവുമല്ല, ഇറാന് നേരെ ഒരു ആക്രമണം നടത്തുക, ഒരു യുദ്ധം നടത്തുക എന്നത് താൻ ആഗ്രഹിക്കുന്ന ഒന്നല്ല, പക്ഷേ അതിലേക്ക് എത്തുന്ന സാഹചര്യം ആണ് സൃഷ്ടിക്കപ്പെടുന്നത് എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. അതിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നത് ജനീവ ചർച്ച പരാജയമായിരുന്നു എന്ന് തന്നെയാണ്. പക്ഷേ ഒമാൻ വിദേശകാര്യമന്ത്രി ഇതിൽ നിന്ന് വ്യത്യസ്തമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. അതിലേക്ക് വരുന്നതിന് മുമ്പ് ഡൊണാൾഡ് ട്രംപിന്റെ വാക്കുകളോടൊപ്പം ചേർത്ത് വെക്കേണ്ടതായി വരുന്നത് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ പ്രതികരണം കൂടിയാണ്. അദ്ദേഹം ഇസ്രായേലിൽ സന്ദർശനം നടത്താൻ തയ്യാറെടുക്കുകയാണ്. ആ സമയത്ത് അദ്ദേഹം സൂചിപ്പിക്കുന്നത് പശ്ചിമേഷ്യയിൽ ഏതെങ്കിലും തരത്തിലുള്ള സമാധാനം തകർക്കുക എന്നത് അമേരിക്കയുടെ ഉദ്ദേശമല്ല. ഒരു യുദ്ധ സാഹചര്യത്തിലേക്ക് ഏതെങ്കിലും ഒരു പ്രദേശത്തെ എത്തിക്കാൻ അമേരിക്ക ആഗ്രഹിക്കുന്നില്ല. പക്ഷേ സാഹചര്യം മറ്റൊന്നാണ്, അതിന് അമേരിക്ക നിർബന്ധിതമാകുന്നു. ഇതാണ് JD വാൻസിന്റെ പ്രതികരണം ആയിട്ടുള്ളത്. ഒപ്പം ഇറാനെ ആക്രമിക്കുമോ എന്ന ചോദ്യത്തിന് അത് സംബന്ധിച്ച അന്തിമ തീരുമാനം എടുക്കേണ്ടത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആണ് എന്നും ആ തീരുമാനം അദ്ദേഹമാണ് കൈക്കൊള്ളുക. അതിൽ എന്ത് തീരുമാനമായിരിക്കും ട്രംപ് സ്വീകരിക്കുക എന്നത് അറിയില്ല എന്നുമാണ്. അതായത് യുദ്ധ സാധ്യത മാറി നിൽക്കുന്ന ഒരു പശ്ചാത്തലവും അമേരിക്കൻ പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നോ അതോടൊപ്പം തന്നെ അമേരിക്കൻ വൈസ് പ്രസിഡന്റിന്റെ സ്ഥാനത്ത് നിന്നോ ഒന്നും ഉണ്ടാകുന്നില്ല എന്നതാണ് എടുത്തു പറയേണ്ടത്. അതോടൊപ്പം വിദേശകാര്യ സെക്രട്ടറി ആയിട്ടുള്ള മാർക്കോ റൂബിയോ അടക്കം സന്ദർശനം നടത്തുന്ന ഒരു സാഹചര്യത്തിൽ, ഇസ്രായേൽ സന്ദർശനം നടത്തുന്ന സാഹചര്യത്തിൽ എന്താണ് ഇസ്രായേലിലുമായുള്ള ആശയവിനിമയത്തിൻ്റെ ഇപ്പോഴത്തെ പ്രാധാന്യം എന്നതുകൂടിയാണ് മനസ്സിലാക്കേണ്ടത്. അതായത് നമുക്കറിയാം, കഴിഞ്ഞ ജൂണിൽ ആയിരുന്നു ഇറാനിലെ ആണവ കേന്ദ്രങ്ങളിൽ അമേരിക്ക ആക്രമണം നടത്തുകയും യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങൾ അടക്കം തകർക്കുകയും ചെയ്തത്. അത് ഇസ്രായേലിന്റെ സഹായത്തോടു കൂടിയായിരുന്നു. മാത്രവുമല്ല, ഏതെങ്കിലും തരത്തിൽ അമേരിക്ക ആക്രമിക്കുകയാണെങ്കിൽ തിരിച്ചടിയിൽ ഇറാൻ അത് അമേരിക്കയോട് മാത്രമായിരിക്കില്ല, അമേരിക്കയുടെ സഖ്യരാജ്യങ്ങൾക്ക് കൂടി വലിയ വില നൽകേണ്ടി വരും എന്ന് ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള അയതുല്ല ഖമനേയി വ്യക്തമാക്കിയ ഒരു പശ്ചാത്തലമുണ്ട്. അപ്പോൾ ഇസ്രായേലിനെയും ആക്രമിക്കാനുള്ള സാധ്യത മുന്നിൽ നിൽക്കുന്നു ഇറാൻ. അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേലിൽ നിന്ന് അമേരിക്കൻ പൗരന്മാരെ ഇപ്പോൾ ഒഴിവാക്കിയിട്ടുള്ളത്. അതുമാത്രവുമല്ല, അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള വിമാന സർവീസുകൾ അടക്കം ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുന്നു എന്നാണ് ചില മാധ്യമങ്ങൾ, അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അടക്കം റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് ഏതൊരു സമയത്തും ആക്രമണം ഉണ്ടാകാം. ആ ആക്രമണത്തിൻ്റെ സ്വാഭാവികമായും അമേരിക്ക ഇറാനെ ആക്രമിച്ചാൽ അതിൽ പെട്ടെന്ന് തന്നെ പ്രത്യാക്രമണവും അമേരിക്ക പ്രതീക്ഷിക്കുക തന്നെയാണ്. അതിൽ ഇസ്രായേലിലേക്കാണ് ആക്രമണം ആദ്യം എത്തുവാനുള്ള സാധ്യത എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അമേരിക്കയുടെ യുദ്ധനീക്കങ്ങൾ, പ്രത്യേകിച്ച് ഇസ്രായേലിൻ്റെ സഹായത്തോടെ നടക്കുന്ന, ഇസ്രായേൽ തീരത്ത് ആണ്
ഈ അമേരിക്കയുടെ വലിയ യുദ്ധവാഹിനി കപ്പലുകൾ അടക്കം ഇപ്പോൾ നങ്കൂരമിട്ടിട്ടുള്ളത്. ഏത് നിമിഷവും ഒരു യുദ്ധത്തിന് തയ്യാറെടുക്കാൻ സജ്ജമായി തന്നെയാണ് അമേരിക്കൻ സേന നിലയുറപ്പിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത്, ഇസ്രായേലിൽ നിന്ന് പൗരന്മാരോട് ഒഴിവാകാൻ നേരത്തെ തന്നെ ഇന്ത്യ, ചൈന, കാനഡ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ആവശ്യപ്പെട്ടതാണ്. ഇപ്പോഴിതാ ബ്രിട്ടനും ഫ്രാൻസും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ, അതായത് യൂറോപ്യൻ രാജ്യങ്ങൾ ഒന്നടങ്കം ഇസ്രായേലിൽ നിന്ന് പൗരന്മാർ പിന്മാറണം അല്ലെങ്കിൽ തിരികെ വരണം എന്ന് നിർദ്ദേശം നൽകുന്നു. അതോടൊപ്പം തന്നെ ഇസ്രായേലിലെ നയതന്ത്ര ഉദ്യോഗസ്ഥരെ അടക്കം പിൻവലിക്കുന്ന സാഹചര്യം കൂടി ആണ് ഉള്ളത്. ഇതിൽ നിന്ന് എല്ലാം വായിച്ചെടുക്കാൻ സാധിക്കുന്നത് യുദ്ധത്തിന്റെ സാഹചര്യത്തിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത് എന്നത് തന്നെയാണ്. തീർച്ചയായും US എംബസി, ശരി അഭിലാഷ്, ഒരു കരാറിലെത്തണമെങ്കിൽ അമേരിക്ക തങ്ങളുടെ അമിതമായ ആവശ്യങ്ങൾ ഉപേക്ഷിക്കണമെന്നാണ് ഇറാൻ വ്യക്തമാക്കിയത്. കഴിഞ്ഞ ദിവസം യുദ്ധം ഒഴിവാക്കാൻ ശ്രമമെന്ന നിലയിൽ ഒമാന്റെ മധ്യസ്ഥതയിൽ നടന്നുവരുന്ന ചർച്ചകൾ നൽകിയ ശുഭപ്രതീക്ഷയെ ഈ പ്രസ്താവന മങ്ങലേൽപ്പിച്ച പശ്ചാത്തലം കൂടിയുണ്ട്. അത്തരത്തിൽ ഈ തർക്കങ്ങൾ അത് തുടരുകയാണ്. അമേരിക്ക, ഇറാൻ ഉദ്യോഗസ്ഥർ തമ്മിൽ നടത്തിയ ചർച്ചകൾ പരാജയപ്പെട്ടു എന്നുള്ള സ്ഥിരീകരണം കൂടി പുറത്തു വരുമ്പോൾ ഇനി എന്ത് എന്നുള്ള ചോദ്യം കൂടി മുന്നോട്ട് വരുന്നുണ്ട്. വീണ്ടും ഒരു ചർച്ചയ്ക്ക് സന്നദ്ധമാകുമോ എന്ന കാര്യം കൂടി ഇനി വ്യക്തമാകേണ്ടതുണ്ട്.